യോട് എന്നോട് ചോദിക്കുമ്പോ ഇല്ലാന്ന് പറയാൻ പറ്റുമോ? മാല ഞാൻ ചൂടിത്തരാം. അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കടോ. തിരിഞ്ഞു നിക്ക്. അങ്ങോട്ടൊന്ന് തിരിയണ്ട ജാനകി. ഞാൻ ഈ മുല്ലപ്പൂമാല ചൂടിക്കട്ടെ. അടിപൊളിയായിട്ടുണ്ട്. നീ എന്തൊക്കെയാ ദേവയി കാണിക്കുന്നത്? എന്റെ ദേവമോന് ജാനകി എത്രമാത്രം ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം ഇപ്പോഴല്ലേ മനസ്സിലായത്. എനിക്ക് സന്തോഷായി. നിന്റെ സ്ഥാനത്ത് മാളവികയായിരുന്നെങ്കിൽ പൂമാലയവൻ വലിച്ചെറിഞ്ഞേനെ. പക്ഷെ നിനക്കത് ചൂടിത്തന്നെങ്കിൽ നിന്നോട് എത്രമാത്രം ഇഷ്ടമുണ്ടെന്ന് നീ മനസ്സിലാക്ക. ജാനകിക്ക് നാണമാ ദേവാ. അതവിടെ നിക്കട്ടെ. അമ്മയ്ക്ക് ജാനകിയെ മരുമോളായി വേണോത്രേ. എന്നാ പിന്നെ അവളെ അങ്ങ് കെട്ടിക്കൂടെ നിനക്ക്? അതൊരിക്കലും നടക്കില്ല എടുത്തേ. എടുത്തേ, അമ്മയ്ക്ക് അവളെ മരുമോളാക്കാൻ വേണ്ടിയിട്ട് കല്യാണം വേണമെന്നില്ല. ഞാൻ ഓൾറെഡി താലി കെട്ടിയതാണല്ലോ. പിന്നെന്തിനാ വേറൊരു കല്യാണം കൂടി? ഇപ്പൊ അമ്മ എന്ത് പറയുന്നു? എന്റെ ദേവന് ജാനകിയുടെ ഇഷ്ടാണെന്ന് മനസ്സിലായില്ലേ? അമ്മയൊന്ന് സമ്മതിക്ക്. ഞാൻ സമ്മതിക്കില്ല. എന്റെ പൊന്നു കൗസല്യെ, ചെറുപ്പത്തിൽ ജാനകിയുടെ കഴുത്തിൽ അവനൊന്ന് താലി കെട്ടിയില്ലേ, അത് മാത്രമേ അവന് ഉദ്ദേശിച്ചുള്ളൂ. അത് മനസ്സിൽ വെച്ച് അവൻ പറഞ്ഞത്. വേറെ അർത്ഥമൊന്നും കാണണ്ട. വീണെടുത്ത് കിടന്ന് ഉരുളുന്നത് കണ്ടില്ലേ? കുറച്ചുകൂടൊന്ന് ക്ഷമിക്കമ്മേ. അമ്മ ഒരു കാര്യം ചെയ്, എല്ലാവരെയും വിളിച്ചു വരുത്തി ഒഫീഷ്യലായിട്ട് മാരേജ് അനൗൺസ് ചെയ്തേക്ക്.
അമ്മയ്ക്ക് അവളെ മരുമോളാക്കാൻ വേണ്ടിയിട്ട് കല്യാണം വേണമെന്നില്ല. ഞാൻ ഓൾറെഡി താലി കെട്ടിയതാണല്ലോ, പിന്നെന്തിനാ വേറൊരു കല്യാണം കൂടി? ഏയ്! ദേ നോക്ക്, ഇങ്ങനെയുള്ള ടച്ചിങ്സ് ഒന്നും വേണ്ട. നീ മാത്രമാണ്. ഈ ഡയലോഗ് ഞാൻ പറഞ്ഞോട്ടെ. നീ ജാനകിയാണ്, വൈദേഹിയുടെ സ്ഥാനം വൈദേഹിക്കുള്ളതാണ്. അത്രയല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ. എന്തിനാ എന്നെ നോക്കി ചിരിക്കുന്നേ? പൂടി വട്ടത്തി പോ എന്റെ മുന്നിന്ന്. ഓയ്, എന്തിനാ എന്നെ വഴക്കു പറയുന്നേ? വേറെ ആരെയും ഞാൻ എന്ത് പറയാനാ? ഇപ്പൊ നീ വൈദേഹിയൊന്നും അല്ല, ജാനകിയാന്ന് ഓർക്കണം. അപ്പൊ നല്ല കുട്ടിയായിട്ട് ഡേവിഡിനോട് അടുക്കാതിരിക്കാൻ നോക്കണ്ടേന് ഭർത്താവെന്ന് കരുതി കൊഞ്ചു കൊഴച്ചും പുറകെ നടന്നിട്ടാ ഡേവിഡിന്റെ മനസ്സിൽ വേണ്ടാതൊക്കെ തോന്നിയ. ഇപ്പൊ അനുഭവിച്ചോ? ജാനകിയോടുള്ള ഇഷ്ടം കൊണ്ട് വൈദേഹി മറന്നു കളയുന്നു തോന്നുന്നു. എല്ലാത്തിനും കാരണം നീയാ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മുഖം മാറി ജാനകിയായി മാറിയ വൈദേഹിക്ക് ദേവേട്ടൻ ജാനകിയോട് അടുക്കുമ്പോ കുശുമ്പ് തോന്നി തുടങ്ങിയല്ലേ? പിന്നെ തോന്നാതിരിക്കോ? എന്തിനു തോന്നണം ജാനകി? ജാനകിയെ സ്നേഹിച്ചാലും വൈദേഹിയെ സ്നേഹിച്ചാലും രണ്ടും ഒന്ന് തന്നെയല്ലേ? അതെങ്ങനെയാ ഒന്നാവുന്നേ? ദേവേട്ടന്റെ കാഴ്ചപ്പാടില് വൈദേഹി വേറെയാളും ജാനകി വേറെയാളോ? അപ്പോ ജാനകിയുടെ മുടിയില് ദേവേട്ടൻ പൂ ചൂടി കൊടുത്ത തെറ്റ് തന്നെയല്ലേ? ദേവേട്ടന് ഓർമ്മ വരാൻ വേണ്ടി അവിടെ വെച്ച് പറഞ്ഞ് വൈദേഹി മാത്രം ദേവേട്ടന് ഇഷ്ടം, മറ്റാരും തൊടു പോലും ഇല്ല എന്നൊക്കെ. എന്നിട്ടും ദേവേട്ടൻ എന്റെ അടുത്ത് വന്ന് പൂ ചൂടി തന്നെ എനിക്കൊരു നുള്ളും തന്നു. അറിയോ ജാനകി? എന്തിനാ മടിക്കുന്നേ? ആരുടെ പേര് ചൂടി തന്നാലും നിന്റെ ഭർത്താവ് തന്നെയല്ലേ ചൂടി തന്നത്. ആ സ്നേഹം വേണ്ടെന്ന് വെക്കാൻ നിന്നെ കൊണ്ടാവുന്നില്ല. അതല്ലേ കാരണം? സത്യം പറ. അയ്യോ, എന്തൊരു ഗതികേടായത്. ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യാ? കഴിഞ്ഞ ദിവസം വരെ ദേവേട്ടന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാനായിട്ട് അറിയാതെ ഒന്ന് തൊടുവോ മുട്ടോ വല്ലതും ചെയ്താൽ പോലും നീ ജാനകിയാന്ന് ഓർമ്മിപ്പിക്കും. അത് കേൾക്കുമ്പോ എനിക്ക് സന്തോഷായിരുന്നു. ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ? എന്തിനാ ദേവേട്ടന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത? ഹലോ, ആദ്യം നിന്റെ കരച്ചിലൊന്ന് നിർത്താമോ? ഇത്രയും പ്രശ്നങ്ങളെ തരണം ചെയ്ത് വന്നവളല്ലേ. ഈ ചെറിയൊരു കാര്യത്തിന് ഇങ്ങനെ തകർന്നു പോയാൽ എങ്ങനെയാ? ഇത് ചെറിയ കാര്യമാണോ നിനക്ക്? ഇത് ചെറിയ കാര്യമാണോ? ദേവേട്ടൻ വൈദേഹി മറന്നിട്ടിപ്പോ ജാനകിയുടെ പുറകെ നടക്കോ? അതെന്താ നീ മനസ്സിലാക്കാത്തെ? പ്രാന്തി. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇതിന്റെ പരിഹാരവും നിനക്ക് മാത്രമേ കണ്ടെത്താനാവൂ എന്നുള്ളത് നീ എന്താ മനസ്സിലാക്കാത്തത്? എന്താ ഇതിനുള്ള പരിഹാരം? പറഞ്ഞതാ. വെറുതെ ഇങ്ങനെ ദേവേട്ടൻ ജാനകിയുടെ പുറകെയാണോ വൈദേഹിയുടെ കൂടെയാണോ എന്നൊക്കെ ആലോചിച്ച് തല പുണ്ണാക്കാതെ നിന്റെ ജനന രഹസ്യം എന്താന്ന് പോയി കണ്ടുപിടിക്ക. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ കരച്ചിലിന് അവസാനം ഉണ്ടാവില്ല. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെല്ലാം വിട്ടിട്ട് നീ നിന്റെ ലക്ഷ്യം നേടാനുള്ള വഴി നോക്ക്. പ്രശ്നങ്ങളെല്ലാം അവിടെ തീരും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് ഇനി ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല മിനിസ്റ്ററെ. വൈദേഹി ഇതുവരെ മരിച്ചിട്ടില്ലെന്നോ? അതെ, അവള് ജീവനോടെയുണ്ട്. അവള് ജീവനോടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാ അവള് വീട്ടിലേക്ക് പോവാത്തെ? അതെന്താന്ന് എനിക്ക് മനസ്സിലാവാത്തെ. എവിടെയൊക്കെയോ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. ദേവനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് വൈദേഹിയെ കൊല്ലാൻ ശ്രമിച്ചതെന്നുള്ള സത്യം
കൊല്ലാൻ ശ്രമിക്കുന്നതിന് മുമ്പ് അവളോട് പറഞ്ഞതാണ്. ഇനിയിപ്പോ അവള് ജീവനോടെ ഉണ്ടെങ്കിൽ ആദ്യം അവള് ദേവന്റെ അടുത്തേക്കല്ലേ വരേണ്ടത്. മാളവികയാണ് ആ കൊലപാതക ശ്രമത്തിന് പിന്നിലെന്നും പറഞ്ഞേനെ. അങ്ങനെ ചെയ്താ വീണ്ടും മാളവിക കൊല്ലാൻ ശ്രമിക്കുമെന്നുള്ള പേടിയായിരിക്കും. അപ്പോ പിന്നെ മാളവികയെ കൊട്ടാരം വീട്ടിൽ നിന്ന് പുറത്താക്കാനെങ്കിലും ഉറപ്പായിട്ടും അവൾ അവിടെ വന്നേനെ മിനിസ്റ്ററെ. ഇപ്പോഴും അജ്ഞാതവാസം തുടരുന്നത് എന്തുകൊണ്ടായിരിക്കും? നമ്മൾ അറിയാതെ അവൾക്ക് വേറെ വല്ല പ്ലാനും ഉണ്ടായിരിക്കോ? ഹലോ, തന്റെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി താൻ തന്റെ വഴി വിട്ടോ. തന്റെ സേവനം ഇനി ഞങ്ങൾക്ക് ആവശ്യമില്ല. സർ, ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഒരല്പസമയം കൂടി താ, ഞാൻ എല്ലാം മാനേജ് ചെയ്തോളാം. സർ 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 എന്തുപറ്റി? എന്നെ മന്ത്രിസ്ഥാനത്തുനിന്ന് പിരിച്ചുവിട്ടു ചന്ദ്രിയെ. എന്ത്? അതെ ചന്ദ്രിയെ. പെട്ടെന്ന് എന്താ ഇങ്ങനെയൊക്കെ? ദശരഥ രാമവർമ്മ, ഇതാ ദശരഥ രാമവർമ്മയുടെ പണിയായിരിക്കും. ആ ജാനകിയെ അപകടപ്പെടുത്താൻ ശ്രമിച്ചത് നീ ആയിരുന്നു എന്ന് നീ ആ വർമ്മയെ വിളിച്ചു പറഞ്ഞില്ലേ? അപ്പൊ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാനാണെന്ന് അറിഞ്ഞുകൊണ്ട് ആദ്യവൻ എന്നെ മന്ത്രിസ്ഥാനത്തുനിന്ന് തള്ളിയിട്ടിരിക്കുക. എന്നാലും ആ ജാനകിയെ കൊന്നാൽ ദശരഥ രാമവർമ്മയ്ക്ക് എന്താ? അവൾ അനന്തരവളല്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അയാൾക്ക് എന്താ അത് മനസ്സിലാവാത്തെ? എന്നാലും നിങ്ങളുടെ സഹായം ഇല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നായിരിക്കും വിചാരം. ഇപ്പൊ തന്നെ ഞാൻ കാണിച്ചു കൊടുക്കാം ഈ ചന്ദ്രിക ആരാണെന്നുള്ളത്. ഇനി മുന്നോട്ട് നിന്റെ മാത്രം പ്രതികാരമല്ല, ഇതെന്റെയും കൂടി പകയാണ്. ആ അനന്തരവളുടെ പേരും പറഞ്ഞുണ്ടല്ലേ അവൻ എന്റെ മന്ത്രിസ്ഥാനം തട്ടിക്കളഞ്ഞത്. അവന്റെ ശരിക്കുള്ള അനന്തരവള് ആ വൈദേഹിയെ കണ്ടുപിടിച്ച് അവളെ ഞാൻ കൊന്നുകളയും. അങ്ങനെ ഞാൻ എന്റെ പ്രതികാരം തീർക്കും. ആവേശത്തിൽ ഒരു തീരുമാനവും വേണ്ട. എന്റെ മോള് മാളവിക ദശരഥ രാമവർമ്മയുടെ പിടിയിലാണെന്നുള്ള കാര്യം നമുക്ക് മറക്കാൻ പറ്റില്ല. മന്ത്രി സാറേ, നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യം ആരുടെയും ജീവൻ എടുക്കുക എന്നുള്ളതല്ല. അങ്ങനെയായിരുന്നെങ്കിൽ പണ്ടെന്നോ ഞാൻ ആ വർമ്മയുടെ പുന്നാര അനുജത്തിയുടെ ജീവൻ എടുത്തേനെ. ആ വൈദേഹി എവിടെയാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അമ്മയും മോളെയും മുന്നിൽ നിർത്തിക്കൊണ്ട് എന്റെ മോൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കുകയും വേണം. ആ ദശരഥ രാമവർമ്മയെ പെരുവഴിയിലാക്കുകയും വേണം. മാഡത്തിന് വൈദേഹി വേണോ? നിനക്കതറിയാമോ? എന്റെ ചേച്ചിക്കറിയാം മാഡം. സത്യമായിട്ട് നിന്റെ ചേച്ചിക്കറിയോ? അയ്യോ അറിയാം മാഡം. രണ്ടുപേരും ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്. നിന്നെ പിടിച്ചോണ്ട് വന്നതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലെന്നോർത്ത് ഞാൻ ആകെ വിഷമിച്ചിരിക്കുമായിരുന്നു. അത് ശരി, നിന്നെ പിടിച്ചോണ്ട് വന്നതിൽ തെറ്റില്ല. വൈദേഹി എന്റെ കൺമുന്നിൽ കൊണ്ടുവന്ന് ഇട്ടു തരാനാ ദൈവം തമ്പുരാൻ നിന്നെ എന്റെ മുന്നിൽ കൊണ്ടിട്ടത്. നീ ഇവിടെ ഉള്ളിടത്തോളം നിന്റെ ചേച്ചി മാഗി തത്ത പറയുന്നത് പോലെ സത്യം പറയും. വൈദേഹി എവിടെയാന്ന് അറിയാന്ന് പറഞ്ഞത് നിന്റെ കയ്യിൽ പിടിച്ചു തരാനല്ലടി, നിന്റെ പിടിയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാനാ. എന്താ നടക്കാൻ പോകുന്ന നാളെ നീ തന്നെ കണ്ടു. എടാ വരുണേ, നീ മാലയിട്ട് 4 നേരം വെട്ടി വിഴുകുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ട ശിഷ്യന് ദൈവം ഇങ്ങനെയുള്ള ഇളവുകളൊക്കെ അനുവദിച്ചിട്ടുള്ളതാ. ജാനകി, മോളെ ജാനകി. എന്റെ ചക്കരപ്പെണ്ണ് പിണക്കത്തിലാണെന്ന് തോന്നുന്നു. വാ മോളെ വാ. വരുണേ, നീ ചെന്ന് ആ കസേരയിലോട്ടിരിക്കെ. വലിയമ്മ, സ്വാമികൾ കഴിക്കുമ്പോഴേ പകുതി വഴിക്ക് എണീപ്പിച്ചു വിടുന്നത് പാപാണ്. അമ്മേ, നിന്നോടല്ല അങ്ങോട്ട് ഇരിക്കാൻ പറഞ്ഞേ. അതാ നല്ലത്.
നീ എവിടെ ഇരിക്കും മോളെ? അമ്മ ഇരിക്കെ, ഞാൻ വിളമ്പിത്തരാം. അതൊന്നും വേണ്ട, മോൾ അങ്ങോട്ടിരുന്ന്, ഞാൻ വിളമ്പിത്തരാം. എന്തിനാ കൗസല്യ അവളെ നിർബന്ധിക്കുന്നേ? അമ്മയ്ക്ക് അറിയില്ല, കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കെ. എന്തിനാ ഇരിക്കാൻ പറഞ്ഞെന്ന് ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലാവും. മോൾ അങ്ങോട്ടേക്ക് ഇരിക്കെ. ഉമ്മി ഇരിക്കെ, ഞാനല്ലേ പറയുന്നേ. ദേവ, ആ പ്ലേറ്റ് ഇങ്ങോട്ടെടുത്തേ. നല്ല മുല്ലപ്പൂവിന്റെ മണം. പൂ ചൂടി തന്നപ്പോ എന്നെ നീ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നല്ലോ. എന്നിട്ട് കുളിച്ചിട്ട് വന്നിട്ട് പിന്നെയും ആ പൂ തന്നെ ചൂടിയതെന്താ? ഒന്ന് പോകുന്നുണ്ടോ ദേവേട്ടാ? പൂ ചൂടി തന്നതും പോരാഞ്ഞിട്ട് പിന്നെ ഇത് കിന്നരിച്ചോണ്ട് വരുന്നത് കണ്ടില്ലേ? ദേവേട്ടന് ഇത് എന്താ പറ്റിയേ? ഞാൻ വൈദേഹിയാണെന്ന് എങ്ങനെ മനസ്സിലാക്കി കാണോ? അതിനൊരു വഴിയുമില്ല. പിന്നെ എന്തിനാ ജാനകി ഇഷ്ടപ്പെടുന്നേ? മതിയമ്മേ. അമ്മേ, അമ്മയും കൂടെ അവിടെ ഇരിക്കേ, ഒന്നിച്ച് കഴിക്കാം. നടങ്ങ് ഓർമ്മളെ. നോക്കിക്കേ, ഇവരിങ്ങനെ ഒന്നിച്ച് കാണുമ്പോ മനസ്സിലൊരു സന്തോഷം. നല്ല പൊരുത്തല്ലേ? ദാസേട്ടാ, രണ്ടുപേർക്ക് നല്ല പൊരുത്തല്ലേ? നോക്കി. നീ എന്തിനാ ഇതൊക്കെ എന്നോട് ചോദിക്കുന്നേ? അതെന്തൊരു ചോദ്യമാടാ? അവള് പഴംപുരാണം വീണ്ടും തുടങ്ങുക. മാളവിക ഉണ്ടായിരുന്നപ്പം അവളെ കൊണ്ട് ദേവനെ കെട്ടിച്ചിട്ട് മരുമോളാക്കണോന്ന് പറഞ്ഞ് കൊടി പിടിച്ചു. ഇപ്പൊ അവളുടെ സ്ഥാനത്ത് ഇവള് വന്നപ്പോ ഇവളോടൊപ്പം ദേവന്റെ കല്യാണം നടത്തണം. ഇപ്പൊ തന്നെ കൊട്ടാരം വീട്ടിലെ ദേവന് എത്ര കല്യാണമാണെന്ന് പറഞ്ഞ് നാട്ടുകാർ അത് എണ്ണിക്കൊണ്ടിരിക്കുക. നാട്ടുകാരെന്ത് പറയുന്നുള്ളത് എന്റെ പ്രശ്നമല്ല. ഞാൻ ഇതുവരെ എന്റെ വാക്ക് മാറ്റിയിട്ടില്ല. ആദ്യം തൊട്ടൊരൊറ്റ വാക്ക് മാത്രമേ ഉള്ളൂ, എന്റെ അനന്തരവളെ തന്നെ എനിക്ക് മരുമകളായിട്ട് കിട്ടണം. അപ്പോ വൈദേഹിയുടെ കാര്യോ? എന്റെ പൊന്നൂട്ടി വൈദേഹി പുറത്തേക്ക് വരാൻ തുടങ്ങിയല്ലേ? അങ്ങനെ ചോദിക്കും മോളെ. ഞങ്ങളൊക്കെ ചോദിക്കുന്നതിനേക്കാൾ നീ ചോദിക്കുമ്പോ അതിന്റെ ഗൗരവം എന്താന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. എന്താ ഇത് എന്തു അമ്മേ? ജാനകി ചോദിച്ചത് അവള് ദേവന് കല്യാണം കഴിക്കുവാണെങ്കിൽ വൈദേഹിയെ ചതിക്കുന്ന പോലെയല്ലേന്നൊന്നുമല്ല. അവള് ദേവന് കല്യാണം കഴിച്ചതിന് ശേഷം വൈദേഹി വരുവാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നാ. അതല്ലേ നീ ചോദിക്കുന്നെ? ഇനിയിപ്പോ വൈദേഹിയെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല മോള്. ഞാൻ എന്തിനാ ഇത്രയും വാശി പിടിക്കുന്നതെന്നും എന്തിനാ നിന്നെ തന്നെ തെരഞ്ഞെടുത്തെന്നും പറഞ്ഞതല്ലേ. ഇനി എന്തിനാ ദേവന്റെ പഴയ കാര്യമൊക്കെ പറയുന്നേ? നിനക്ക് ദേവനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലേ? അതറിഞ്ഞാ മതി എനിക്ക്. വൈദേഹിയാണമ്മേ സത്യം. പക്ഷെ അമ്മയ്ക്ക് അത് വേണ്ട. ജാനകി വലിയൊരു നുണയാണ്. അനന്തരവളാണെന്ന് പറഞ്ഞത് അതിനേക്കാളും വലിയ നുണ. എന്നാലും അമ്മയ്ക്ക് അത് മതി. അമ്മയുടെ ജീവിതത്തിൽ അസത്യങ്ങൾക്കുള്ള വില സത്യങ്ങൾക്ക് കൊടുക്കുന്നില്ലല്ലോ. നീ പറയുമ്പോള് ഇനി ആലോചിക്കാൻ സമയം വേണോ? അതെ, കല്യാണത്തിന് ഇഷ്ടമാണെന്ന് പറഞ്ഞ മാളവികയെ പോലെയാണ് ഇവളുവെന്നെങ്ങാനും നമ്മൾ തെറ്റിദ്ധരിച്ചാലോ എന്നുള്ള പേടി കൊണ്ടായിരിക്കും അമ്മ ഒന്നും മിണ്ടാത്തത്. അല്ലാതെ ഇഷ്ടമില്ലായ്മയൊന്നും അല്ല. അതെന്തിനാ നിന്നെ ഇനി ഞാൻ സംശയിക്കാനോ? നീ എന്റെ അനന്തരവളല്ല. നിന്നെ നീ പറഞ്ഞാ പോലും ഇവിടെ ആരും വിശ്വസിക്കില്ല.
അത്രയ്ക്ക് എല്ലാവർക്കും നിന്നെ വിശ്വാസ. അതുകൊണ്ടല്ല ഞാൻ ഇത്രയ്ക്ക് അങ്ങോട്ട് ചോദിക്കുന്നത്. ഇഷ്ടമില്ലാത്ത പെണ്ണിനെ നിർബന്ധിക്കണം എന്തിനാ? അയ്യോ, ഇവര് ജാനകി എനിക്കില്ലാണ്ടാക്കൂലോ. ജാനകിയോട് ചോദിക്കുന്നത് നിൽക്കട്ടെ, ആദ്യം നിന്റെ മോൻ ഇഷ്ടമാണോ എന്ന് ചോദിക്കേ. അത് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ലമ്മേ. ദേവന് താല്പര്യമില്ലാത്തതാണെങ്കിൽ ഇതിനോടകം അവൻ എഴുന്നേറ്റ് പോയേനല്ലോ. എന്നുവെച്ചാ ജാനകിയെ കല്യാണം കഴിക്കാൻ തയ്യാറായിട്ട് നിൽക്കല്ലേ? അപ്പൊ വൈദേഹിയുടെ അവസ്ഥ എന്താ? വൈദേഹിയെ കുറിച്ച് ദേവേട്ടന് ഇപ്പൊ ഒരു ചിന്തയുമില്ല. കൗസല്യേ, ഇതൊന്നും എടുത്തു ചാടി ചെയ്യേണ്ട കാര്യങ്ങളല്ലെന്ന് ഓർക്കണം. പല ഭാഗത്തു നിന്നും ചിന്തിക്കണം. ഈ കാര്യത്തിൽ ഇനി എന്തിനെ കുറിച്ചെങ്കിലും ചിന്തിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ദേവന്റെ ഇഷ്ടം എന്താണ്, ജാനകിയുടെ ഇഷ്ടം എന്താണ്, അത് മാത്രം അറിഞ്ഞാൽ മതിയോ? നീ പറയും മോനെ ദേവ, ഇഷ്ടമല്ലേ? ഈ ജാനകിയെ കല്യാണം കഴിക്കാൻ നിനക്ക് ഇഷ്ടമല്ലേ മോനെ? മോനെ ദേവാ, അച്ഛനും അമ്മയ്ക്ക് വേണ്ടിയൊന്നും തീരുമാനിക്കണ്ട. ഭക്ഷണത്തിന് മുമ്പിലിരുന്നാ പറയുന്നതെന്ന് ഓർക്കണം. മനസാക്ഷിയോടെ എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ട് ഇവളെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോ എന്ന് തുറന്നു പറയും. എന്താ മോനെ മിണ്ടാത്തെ? ജാനകിയെ ജീവിത സഖിയാക്കാൻ ഇഷ്ടമാണെന്ന് പറയും മോനെ. എന്റെ വാക്കുകൾ ഇപ്പം നിന്നെ വേദനിപ്പിക്കുമെന്ന് എനിക്കറിയാം വൈദേഹി. പക്ഷേ ഇന്ദു അമ്മ സൂചിപ്പിച്ചതുപോലെ ഈ ഭക്ഷണത്തിന് മുമ്പിലിരുന്നുകൊണ്ട് നിന്നെ ജീവിതസഖിയാക്കാൻ പറ്റില്ല എന്ന് ഞാൻ എങ്ങനെ പറയും?